കുഞ്ഞിച്ചോമിനിസ നാനോമിഷിൻ്റെ എപ്പിസോഡ് 44ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. അത് മറ്റാരുമില്ല, നമ്മുടെ സുഹോ ബ്രോ ആണ്. പുള്ളിക്കാരൻ 40 rupees നമുക്ക് സൂപ്പർ താങ്ക്സ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട് ഗൈസ്. അതേപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് ആൻഡ് വൺ പീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒന്നാം തരം ചാപ്റ്ററാണ് നാളെ റിലീസ് ആകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാനും മിഷൻ എപ്പിസോഡ് നാളെ കാണുന്നതല്ല, ഞാൻ കംപ്ലീറ്റ്ലി വൺ പീസിന് വേണ്ടിയായിരിക്കും നാളത്തെ ദിവസം ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാനും മിഷൻ എപ്പിസോഡ് വരുന്ന ശനിയാഴ്ച ആയിരിക്കും ഇനി റിലീസ് ആകാനായിട്ട് പോകുന്നത്. സോ അതൊന്നും മറക്കണ്ട, നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് ഇയോണും അവനും തമ്മിലുള്ള ആ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്ല, ഒരു നിമിഷം നിൽക്കി, ഇവനല്ലേ കുറച്ച് മുമ്പ് ആ ഒരു ഇൻറ്റേർണൽ ഇഞ്ചുറീസ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ബാക്കിലേക്ക് ചാടി. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞാൻ കംപ്ലീറ്റ് ഫുൾ പവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്ന് നിലത്ത് നിന്ന് അടുത്ത സെക്കൻഡ് തന്നെ അവൻ ഇയോൻ്റെ നേരെ പാഞ്ഞെടുത്തു. അത് കണ്ടപ്പോൾ ഇയോണ് ഒന്ന് സർപ്രൈസ് ആയിപ്പോയി. എന്നിട്ട് അവൻ പല പല അറ്റാക്കും ചെയ്യുന്നുണ്ട്. അല്ല, ഇതെന്താണെന്ന് പറയാൻ നേരത്ത് ഇയോൻ്റെ കൺമുമ്പിലേക്ക് ഒരു അറ്റാക്ക് വരികയും അവൻ തലനാഴിലേക്ക് അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുകൊണ്ട്. നീ ശരിക്കും ഒരു നാസ്റ്റി റാറ്റ് തന്നെയാണല്ലേ. നിനക്ക് ബെർസറക് സേബർ ഗോഡായുള്ള റിലേഷൻ എന്തുവാണ്? അത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. അപ്പോൾ അവൻ കംപ്ലീറ്റ്ലി തെറ്റായിരുന്നു. അവൻ പറഞ്ഞത് ഇതിനെപ്പറ്റി ആർക്കും അറിഞ്ഞൂടെന്നാണ്. ഇവൻ എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്തായാലും 6 ബെർസറക് സേബർ വാരിയേഴ്സിൽ ഒരാളായിരിക്കണം. നിനക്ക് ബെർസറക് സേബർ ഗോഡിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദി ഡിമോണിക് വാരിയർ കൾട്ട് ഞങ്ങളുടെ എനിമി തന്നെയാണ്. ഈ സമയത്താണ് പെട്ടെന്ന് കുറച്ച് പേര് നടക്കുന്ന ശബ്ദം അവർ കേട്ടത്. അവർ രണ്ടുപേരും കൂടെ അത് നോക്കുന്നുണ്ട്. ഇതേ സമയം അവർ നിൽക്കുന്ന ചുറ്റിനും പല പല ആൾക്കാർ തീപ്പന്തം കത്തിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ റോയൽ ഗാർഡിയൻസിലെ കുറച്ച് പേരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നീയൊക്കെ എന്നെ മര്യാദക്ക് രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ലല്ലേ? ഞാൻ ഒരു സജഷൻ പറയാം, നീ എന്തായാലും എൻ്റെ പിന്നാലെ വാ. ഞാൻ നിന്നെ ഒരു ഹോസ്റ്റേജ് ആക്കി കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം. ഹോസ്റ്റേജോ? അത് പോസിബിൾ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയായിട്ട് സംസാരിച്ചിരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഇയോനെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടി അവിടേക്ക് വന്നത്. ഇയോന് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ അവൻ യൂസ് ചെയ്യുന്നത് ബെർസറക് സേബർ ഗോഡിൻ്റെ സെക്കൻഡ് ക്വാളിഫയിങ് ഫോമാണ്. എന്നാൽ അത് അവൻ്റെ ഫിസ്റ്റ് ടെക്നിക്കുമായിട്ട് കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് മച്ച് പവർഫുള്ളും ആയിരുന്നു. ഞാൻ ഈ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളോട് അവൻ 24 ഡീമൺ സോഡ് യൂസ് ചെയ്ത് ആ ഒരു അറ്റാക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. ഇവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. എൻ്റെ ബാലൻസ് എനിക്ക് നന്നായിട്ട് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ഈവൻ ഞാൻ യൂസ് ചെയ്യുന്നത് 24 ഡീമൺ സോഡായിട്ട് പോലും. അതേ സമയത്തായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ അറ്റാക്ക് വളഞ്ഞ് എൻ്റെ മുഖത്തേക്ക് വന്ന് കയറാൻ പോയത്. ആ സമയത്ത് അവൻ ശരിക്കും ഞെട്ടി. ഞാൻ അവൻ്റെ വീക്ക് സ്പോട്ട് നോക്കുന്ന സമയം കൊണ്ട് തന്നെ അവനത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞാണ് ആ ഒരു അറ്റാക്ക് അവൻ്റെ നേരെ വന്നത്. ഇതേ സമയം തന്നെ സായിക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയ അവൻ ആ അറ്റാക്ക് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നാശം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ പ്രശ്നമാകും. ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സ്ലാഷസ് ചെയ്യാൻ നേരത്ത് അവരുടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇതേ സമയം തന്നെ പറയും ചെയ്യും, നിൻ്റെ ഈ സോഡ് കൊണ്ട് നിനക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. നമ്മുടെ ഇയോൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സോഡിനെ മേത്ത് ക്രാക്സ് വരാനും തുടങ്ങി. ശരിയാണ്, നീ നല്ലതാണ്, പക്ഷെ ഞാൻ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. അവനായിട്ട് ആ സോഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ സോഡ് പൊട്ടിത്തെറിച്ച് അവൻ്റെ ശരീരഭാഗങ്ങളിലേക്ക് കുത്തി കയറാനും തുടങ്ങി. ഇതേ സമയം ഇയോൺ അവൻ്റെ മുകളിൽ കണ്ടത് ലിറ്ററലി ഒരു മോൺസ്റ്ററിനെ തന്നെയായിരുന്നു. അതേസമയം ഗ്യാപ്പ് മനസ്സിലാക്കിയ സായായിട്ട് നമ്മുടെ ഇയോൻ്റെ മേത്ത് ഒരു കംപ്ലീറ്റ് അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ഇയോൺ ചോറ് ഛർദ്ദിച്ചുകൊണ്ട് ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. നീയപ്പോൾ ഒരു ഫൈറ്റ് തരാതെ കീഴടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേ? കുഴപ്പമില്ല, നിൻ്റെ അഹങ്കാരം തരും ഇപ്പോൾ തീർന്നോളും. നിൻ്റെ ഈ സില്ലിയുള്ള ഡീമൺ ടെക്നിക്സ് ഒന്നും എൻ്റെ അടുത്ത് വർക്ക് ചെയ്യത്തില്ലെന്ന് നിനക്കൂട്ടനെ മനസ്സിലാകൂടാ. അപ്പോൾ അവന് 24 ഡീമൺ സോഡിനെ പറ്റി വ്യക്തമായി തന്നെ അറിയാല്ലേ? എടാ നീ നോക്ക്, ഈ ബാറ്റിൽ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഡീമോണിക് വാരിയർക്കാരുടെ ആർക്കും ഞങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി എന്തിനാണ് നീ റെസിസ്റ്റ് ചെയ്യുന്നത്? മര്യാദയ്ക്ക് എൻ്റെ ഇവിടെ ഒരു ഹോസ്റ്റേജ് ആയിട്ട് വന്നാൽ പോരെ? അപ്പോഴേക്കും ഇയോൺ തൻ്റെ സോഡ് നിലത്തേക്ക് എറിഞ്ഞു. നീ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കൾട്ടിന് നിന്നെ ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ?
ഹാ ഇത് വീണ്ടും സംസാരിക്കുന്നു. എന്താടാ വേറെ വല്ലതും ഉണ്ടോ അതിൻ്റെ കയ്യിൽ? ആ സമയത്താണ് ആ സോഡ്സിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ നിലത്തേക്ക് വീഴാൻ തുടങ്ങിയത്. അതായത് ഇയോൻ്റെ മുഖത്ത് കുത്തിക്കേറിയിരുന്ന ആ ഒരു കഷ്ണങ്ങളാണ് നിലത്തേക്ക് വീഴാൻ തുടങ്ങിയത്. അതുമാത്രമല്ല അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ മുറിവുകൾ പതുക്കെ ഉണങ്ങാനും തുടങ്ങി. അവൻ്റെ ഫോൺസൊക്കെ ഹീലാവുന്നതല്ലേ ഞാനീ കാണുന്നത്. ഇവൻ ശരിക്കും ഡേഞ്ചറസ് ആണ്. അവൻ കംപ്ലീറ്റ്ലി റിക്കവർ ആവുന്നതിന് മുമ്പ് ഞാനിവനെ കൊല്ലണം പറഞ്ഞോട് പെട്ടെന്ന് അവിടേക്ക് ഡാഷ് ചെയ്ത് ചെല്ലുന്നുണ്ട് ഇവനെ കൊല്ലാനായിട്ട്. ഇതേ സമയമാണ് ഇവൻ തൻ്റെ കൈയൊന്ന് നിവർത്തിയതും അവൻ്റെ കയ്യിലേക്ക് ആ ഒരു ഡീമൺ സോഡ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതും. അല്ല ആ ഒരു സോഡ് പിന്നെ അവൻ കാണുന്നത് ലിറ്ററലി ഒരു ഒറിജിനൽ മോൺസ്റ്ററിനെയായിരുന്നു. ഇയോണട്ടെ സോഡാട്ടിൻ്റെ ആ ഒരു ഡിമോണിക് ലോഡ് യൂസ് ചെയ്യുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത് ഈ ടെക്നിക്ക് കൊണ്ട് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നോ? പക്ഷേ അപ്പോഴേക്കും അവനൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇയോൻ്റെ അറ്റാക്ക് കംപ്ലീറ്റ്ലി അവനെ പൊതിഞ്ഞു കെട്ടിട്ടുണ്ട്. അവനെ ജീവനോടെ ഭക്ഷിക്കുന്ന പോലെ അവന് തോന്നി. ഈ പവർ ഇതെന്താണ്? പിന്നെ അവൻ കാണുന്നത് അവൻ്റെ മരണത്തിനെയായിരുന്നു. അവൻ്റെ മരണം അവന് നേരെ വരുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ ഇയോൺ അവൻ്റെ പുറകിലേക്കെത്തി. ചോര ചതറിച്ചുകൊണ്ട് അവൻ പറയുകയും ചെയ്യും, ഇല്ല ഇങ്ങനെ ആ ഒരു സോട്ട് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട് അവൻ നിലത്തേക്ക് വീണു. കാര്യം നിസ്സാര സമയം കൊണ്ട് തന്നെ ഇയോണവൻ്റെ നെഞ്ചത്ത് ഒരു ദ്വാരം സൃഷ്ടിച്ചിരുന്നു. നീ ഞങ്ങളുടെ കൾട്ടിനെ ഇൻസൾട്ട് ചെയ്തില്ലേ, അതിനുള്ള ഫലമാണെന്ന് കൂട്ടിയാൽ മതിയടാ. പിന്നെ കാണിക്കുന്നത് ദി ഗ്രേറ്റ് ഡ്രിൽ ഹാളാണ്. അവിടേക്ക് പെട്രിയച്ചു സാറുമായും പിന്നെ റോയൽ ബോഡി ഗാർഡ്സ് എല്ലാവരും നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ സാർ ലീ വന്ന് വീണത്. നമ്മുടെ ശത്രുക്കൾ അവിടെ മൈനർ പ്രീസ്റ്റ് അവരുമായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ ബെർസെർക് സേബർ ഗോഡ് വാരിയേഴ്സിലെ ഒരാളാണ്. മാനുവൽ ലൈബ്രറിയുടെ മുമ്പിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബോധം നഷ്ടപ്പെട്ട് അവൻ നിലത്തേക്ക് വീണു. സാർലി താങ്കൾ ഓക്കെ അല്ലേ? ഇവന് കംപ്ലീറ്റ്ലി ഇന്റേണൽ ഇഞ്ചുറീസാണ് കേട്ടിട്ടുള്ളത്. അതേസമയം പെട്രിയച്ച് പെട്ടെന്ന് തിരിഞ്ഞ് അവിടേക്ക് നടക്കാനായിട്ട് പോയി. പെട്രിയച്ച് ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്ക്. സാർമാ താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? എനിക്കെതിരെ വരാനായിട്ട് നിനക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? പെട്രിയച്ച് എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഞാൻ തന്നെ ആദ്യം പോകാം. താങ്കളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. താങ്കൾ നാലിച്ചേക്കണം. ആ റീസെൻറ്റ് ബാറ്റിൽ കഴിഞ്ഞതിന് ശേഷം താങ്കൾ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ലെന്ന് അവനട്ടെ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് പറയുന്നുണ്ട്. മനസ്സിലായി. 4th എൽഡർ 10th എൽഡർ നിങ്ങൾ രണ്ടുപേരും ഇവൻ്റെ കൂടെ ചെല്ലൂ. യെസ് അവർ പെട്രിയച്ചുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവരവിടേക്ക് പോകുന്നതാണ്. ഇതേ സമയത്താണ് പെട്രിയച്ച് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സാർലീൻ്റെ കയ്യിലാട്ടെ എന്തോന്നിരിപ്പുണ്ടായിരുന്നു. അല്ല അതെന്താണ്? പിന്നെ കാണിക്കുന്നത് സാർമായും ബാക്കി രണ്ടുപേരും അവിടേക്ക് റഷ് ചെയ്ത് വരുന്നതാണ്. സാർമ അവിടേക്ക് വന്നപ്പോഴാണ് ആ ഒരു കാഴ്ച അവൻ കാണുന്നത്. ആ ഒരു മോൺസ്റ്ററിനെ നമ്മുടെ ഇയോൺ സോഡ് ഓഫ് ദി ഡിമോണിക് ആർട്ട് യൂസ് ചെയ്യുന്നതും. അല്ല ആ ഒരു ടെക്നിക്ക് അതേസമയം ഇയോൺ അവനെ കൊന്ന് കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല ആ ഒരു ബ്ലാക്ക് സോഡ് അത് കറുത്ത കളറിലല്ലേ തിളങ്ങുന്നത്. ഇനി എങ്ങനെ ആ ഒരു സോഡ് പെട്ടെന്നാണ് അവൻ്റെ സോഡ് കംപ്ലീറ്റ്ലി ചേഞ്ചായി ഇയോൻ്റെ കയ്യിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഇയോൺ അത് ശ്രദ്ധിച്ചതും. അല്ല സാർമ നാശം, അതേ ഇത് മുഴുവൻ കണ്ടോ? സാർമ ഇവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാം അവൻ ബെർസെർക് സേബർ വാരിയേഴ്സിൽ ഒരാളെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയോ? മൈനർ പ്രീസ്റ്റ് താങ്കൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഓക്കെയാണ്. മൈനർ പ്രീസ്റ്റ് താങ്കൾ എന്തായാലും നന്നായിട്ടിരിക്കുന്നു. അതെന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ്. സാർമ താങ്ക് യു ഫോർ യുവർ കൺസേൺ. ഇതേ സമയത്ത് റോയൽ ബോഡി ഗാർഡ്സ് അവിടേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെട്രിയച്ച് ഉണ്ടായിരുന്നു. ഇയോണട്ടെ അവിടെ മുട്ടുകുത്തിയിരുന്നു. അവർ പെട്രിയച്ച് റോയൽ ബോഡി ഗാർഡ്സ് എന്ന് പറയുന്നത് സോഡ് ഡീമൻ്റെ വില്ലാണ്. അതുകൊണ്ട് തന്നെ സാർമ എന്ന് പറയുന്നത് പെട്രിയച്ചിൻ്റെ വലത്തെ കയ്യുമാണ്. അദ്ദേഹം ഇവിടെ നടന്നതെല്ലാം തന്നെ പെട്രിയച്ചിൻ്റെ ഒക്കെ പറഞ്ഞാൽ ആ സമയത്ത് പെട്രിയച്ച് ചോദിക്കുകയും ചെയ്യും, ഇവിടെ എന്താണ് സംഭവിച്ചത്? പെട്രിയച്ച് ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മൈനർ പ്രീസ്റ്റ് അദ്ദേഹത്തിനെ കൊന്നിരുന്നു. അവനപ്പോൾ സിംപ്ലി ഒരു എനിമിനെ കൊന്നത് മാത്രമല്ല വെറൈറ്റി ഓഫ് കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോംസ് യൂസ് ചെയ്താണ് അവനെ അറ്റാക്ക് ചെയ്തത്. നീ നിന്റെ സ്കില്ല് ശരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു ഇയോൺ. നിന്നെ ഒരിക്കലും ഞാൻ ഇനി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയുടെ ആ ഒരു അണ്ടർഗ്രൗണ്ട് വോൾട്ടാണ്. അവർ തേടി വന്നത് ഈ സ്ഥലത്തിന് വേണ്ടിയാണോ? ആ സമയത്ത് ശർമ്മ ഒന്നും തന്നെ പറയത്തില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, അവർ വന്നത് ഇതിനു വേണ്ടിയായിരുന്നോ? അതെ സാർ. ആ സമയത്ത് ഒന്നും മിണ്ടാതെ പെട്രിയച്ച് മുന്നിലേക്ക് നടന്നു. അവൻ നടന്നു ചെന്നത് അവിടെ കത്തി കഴിഞ്ഞ് കിടക്കുന്ന കുറച്ച് സാധനത്തിൻ്റെ അടുത്തേക്കാണ്. പെട്ടെന്നാണ് സാർമായും അത് കാണുന്നത്. അല്ല സോഡിയമിൻ്റെ മാനുവൽസ് അവർ കംപ്ലീറ്റ്ലി കത്തിച്ചു കളഞ്ഞോ? ഇതേ സമയത്ത് തന്നെ പെട്രിയച്ച് പറയുകയും ചെയ്യും, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല എനിക്ക് പോലും അറിയാത്തൊരു സ്ഥലത്തെ പറ്റി എനിമീസിന് അറിയാവോ?
ഇതൊരിക്കലും ഞാൻ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും ശരിക്കും ലൈറ്റായിട്ടാണല്ലോ എടുത്തോണ്ടിരുന്നത്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഹ്യൂമൻ സ്കിന്നൊക്കെയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് അവർ ആ സോഡിയമിൻ്റെ ആ ഒരു ബാക്കിയുള്ള റിമൈൻസിന് വേണ്ടി മാത്രം വന്നതാണെന്ന്. പക്ഷേ അവർ വന്നത് ബെർസെറക് സേബർ ഗോഡിന് വേണ്ടിയായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് 24 ഡീമൻസിനെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷേ അവരെ തന്നെ വിളിക്കുന്നത് ഡിസെൻഡൻസ് ഓഫ് ദി ബെർസെറക് സേബർ ഗോഡ് എന്നാണ്. ആൻഡ് അത് മാത്രമല്ല ആ ഒരു ബ്ലേഡ് മാർക്സ്, അത് ഇവർ ശരിക്കും ആരാണ് ഈ 6 ബെർസെറക് സേബർ വാരിയേഴ്സ്? അതിനുശേഷം ഡിമോണിക് കൾട്ട് കംപ്ലീറ്റ്ലി നല്ല രീതിയിലാണ് നിന്നത്. ആ രാത്രി മുഴുവൻ എല്ലാവരും ഉറക്കമഴിച്ച് ഗാർഡ് ചെയ്തു. കാര്യം അവരുടെ ടെറിട്ടറിയിലാണ് ഇപ്പോൾ ഒരു എനിമി ഇൻഫിൽട്രേറ്റ് ചെയ്തത്. പക്ഷേ അവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ 4 പേരുടെ ഡീറ്റെയിൽസ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. അതിൽ കൂടുതൽ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചില്ലായിരുന്നു. ഇതേ സമയം തന്നെ ദി ഗ്രേറ്റ് ബാങ്ക്വറ്റ് ഹാളും നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ഇനി എത്ര നേരം നമ്മളിവിടെ നിൽക്കണം? നമ്മുടെ ഇന്നസെൻസ് ആണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മൊയോ നമ്മൾ കംപ്ലീറ്റ്ലി പേഷ്യൻ്റ് ആയിരിക്കണം. ഞാനും ആ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി പേഷ്യൻ്റ് ആയിരിക്കണം. ഇത് ഡിമോണിക് കൾട്ടാണ്, അവരുടെ തീരുമാനങ്ങളാണ് ഇവിടെയുള്ളത്. സ്ട്രാറ്റജി ജഹിൽ പറഞ്ഞത് ശരിയാണ്. കേട്ട് എനിക്കിപ്പോൾ എല്ലാം തന്നെ കൃത്യമായി ഓർമ്മ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ. ആ ഹൂജി കംപ്ലീറ്റ്ലി ഫെയിൽ ആയതിനു ശേഷം നമ്മൾ ജിങ്സിയിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ചാണ് അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്, ആ 4 പേർ. എന്നാൽ അതിനുശേഷം എനിക്കെൻ്റെ ബോധം വന്നപ്പോൾ ഞാൻ ഓൾറെഡി മുറിമലൻസിൻ്റെ ഈ ഒരു പാർട്ടിയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവരെന്നെ കംപ്ലീറ്റ് ഹിപ്നോസിസ് ചെയ്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബോഡി ഗാർഡ്സായിട്ട് ഞാൻ അവരെ തെറ്റിദ്ധരിച്ചതും. അതിന് പുറമെ കംപ്ലീറ്റ്ലി സീക്രസിയോടാണ് ഞങ്ങളിവിടേക്ക് വന്നത്. എന്നാൽ ഞങ്ങളിവിടേക്ക് വന്നത് അറിയാവുന്നത് ആ ഒരു അഡപ്റ്റ്സിന് മാത്രമാണ്. അതിനർത്ഥം മുറിമിൻ്റെ അകത്തുള്ള ആ ഒരു 17 അഡപ്റ്റ്സിൽ ഒരാൾ സ്പൈ തന്നെയാണ്, എനിമിയുടെ സ്പൈ. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.